ഞങ്ങളുടെ ഈ ബിൽഡിങ്ങിന്റെ ഒക്കെ കടബാധ്യത തീർന്നത് ഈ കഴിഞ്ഞ കമ്മിറ്റിയിലാണ്. നമ്മൾ അമ്മയായിട്ട് ജോയിന്റ് ആയിട്ടൊരു എന്താ പറയുക ഷോ ചെയ്തതിന് ശേഷമാണ്. ഇനിയിപ്പോ ഞങ്ങളുടെ അടുത്ത ആവശ്യം ഈ ജനറൽ ബോഡിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെൻഷനും മറ്റു കാര്യങ്ങളെല്ലാം നടത്തുന്നതായിട്ടുണ്ട്. അപ്പോൾ അമ്മയായിട്ട് ചേർന്ന് ഞങ്ങൾക്ക് അടുത്തൊരു ഷോ നടത്തണം. അപ്പം എല്ലാവർക്കും ഒരു സംശയമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതുവരെ അതിന്റെ തലപ്പത്തൊക്കെ ഉണ്ടായിരുന്നത് ലാലേട്ടന് അല്ലെങ്കിൽ ഇൻസെന്ററിന് അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു. അപ്പൊ തുടർന്നും ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അങ്ങനത്തെ ഒരു ഷോ നടത്തി ഞങ്ങളെയും സമ്പന്നരാക്കി മാറ്റണമെന്ന്. കാരണം അമ്മയുടെ അസോസിയേഷന്റെ അക്കൗണ്ടിൽ നമ്മ അസോസിയേഷനിൽ 8 കോടി 9 കോടി ഉണ്ട്. ഇവിടെ അത്രയൊന്നും ഇല്ല. അപ്പൊ ഞങ്ങള് അത് കണ്ട് അതെങ്ങനെയായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇന്നലെ ഞാനൊരു ചടങ്ങില് രാകേഷ് ചേട്ടനെ കണ്ടപ്പോ ഞാൻ ഹായ് രാകേഷ് ചേട്ടാ എന്ന് പറഞ്ഞപ്പോ മൂപ്പരിന്റെ ചെയ്തപ്പോ അതെ നമുക്കൊരു ഷോ ചെയ്യണേ അതാണ് പറഞ്ഞത്. അപ്പൊ അവിടെ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ രാകേഷ് ചേട്ടനോട് ഒബ്വിയസ്ലി നമ്മൾ ഇവരെ കൂടെ ഷോസ് നമ്മൾ ഇതിന്റെ മുമ്പേ ഒരു ഷോ ചെയ്തതിന്റെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ആൻഡ് എന്തായാലും ഒരു ഷോ ചെയ്യുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റും നമുക്ക് ഉറപ്പായിട്ട് കിട്ടും. അപ്പൊ അതിന്റെ ഒരു സന്തോഷമാണ്. അതാണ് ഈ പ്രൊഡ്യൂസർ കൗൺസിലിന്റെ കൂടെ ഷോ ചെയ്യുമ്പോൾ നല്ലൊരു ഷോ ആയിട്ട് അത് മാറും. നമുക്ക് രണ്ടുപേരും വിൽ ഓൾ ഹാവ് എ ഗുഡ് തിങ്. അല്ല, ഞങ്ങളത് പറഞ്ഞിരുന്നല്ലോ, ഞങ്ങളത് മാർച്ചോടുകൂടി അത് നിർത്തിയിരുന്നു. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, അത് ഞങ്ങളൊരു കമ്മിറ്റിയിലുള്ള എടുത്ത തീരുമാനമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കമ്മിറ്റിയിൽ അല്ലാത്ത അംഗങ്ങളും ഉണ്ടല്ലോ, അവർ നമ്മുടെ മെമ്പേഴ്സാണ്. അപ്പൊ ഇങ്ങനെ കോമൺ ആയിട്ട് പറഞ്ഞപ്പോൾ ഇപ്പം നമുക്കത് വേണ്ട, അത് ഒത്തിരി ബിസിനസിനൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്ത് താൽക്കാലികമായിട്ട് അത് പെൻഡിങ് വെക്കാം, ഇപ്പൊ അത് പുറത്തേക്ക് വിടണ്ടെന്ന് കോമൺ ആയിട്ട് എടുത്തൊരു തീരുമാനമാണ്. ഞങ്ങളത് അറിയിക്കുകയും ചെയ്തിരുന്നു. അല്ല, അങ്ങനെയില്ല. ഇപ്പൊ ഇവിടെ നല്ല സിനിമകൾ വന്നിട്ട് ഓടാത്ത ഒരു സിനിമകളും ഈവനില്ല. എല്ലാ സിനിമകളും തന്നെ ഓടിയിട്ടുണ്ട്. ഇപ്പൊ ലാസ്റ്റ് ഇനിയിപ്പോ ഓണത്തിനാണ്, ഇടയ്ക്കൊരു ഗ്യാപ്പൊക്കെ വന്നു. സ്വാഭാവികമായിട്ടും എല്ലാ വർഷങ്ങളിലും അങ്ങനെ ഉള്ളതാണ്. ഇപ്പോൾ മഴയുള്ള സമയത്ത് തിയേറ്ററിൽ എത്ര വലിയ പടങ്ങളുണ്ടെങ്കിലും കുറച്ച് കളക്ഷന്റെ ഒരു കുറവുണ്ടായിരിക്കും. നോയമ്പ് മാസങ്ങളിൽ ഒരു കുറവുണ്ടായിരിക്കും. അപ്പൊ ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള ഒരു സൂപ്പർ ഹിറ്റ് സിനിമ ഇതിന്റെ ഇടയ്ക്ക് വന്നിട്ടില്ലാത്തതുകൊണ്ടിട്ടാണ്. പിന്നെ സൂ ഫ്രം സോ എന്ന് പറയുന്ന സിനിമ കന്നഡയിലും മറ്റു ഭാഷകളിലും ഹിറ്റായിട്ടുണ്ട്. ഇവിടെ കുഴപ്പമില്ല. A+ തിയേറ്ററുകളിൽ നന്നായിട്ട് പോയിട്ടുണ്ട് എന്നുള്ള ഒഴിച്ചാൽ ബാക്കിയുള്ള തിയേറ്ററുകളിലേക്ക് അത്രയും വലിയ കളക്ഷൻ ഒന്നും ഇല്ലായിരുന്നു, കളക്ഷൻ പോയിന്റിൽ.